ഹലോ, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ആൻജി ക്രോഗ് എഴുതിയിരിക്കുന്ന കൺട്രി ഓഫ് ഗ്രിഫ് ആൻഡ് ഗ്രേസ് എന്ന പോയമാണ്. 1952 ഒക്ടോബർ 23 സൗത്ത് ആഫ്രിക്കയിലാണ് പോയറ്റ് ജനിക്കുന്നത്. ഒരു റൈറ്ററാണ്, അക്കാഡമിക്കാണ്, അതുപോലെ തന്നെ ഒരു വെൽ നോൺ പോയറ്റ് കൂടിയാണ്. അപ്പാർത്തൈഡ് സിസ്റ്റത്തിനെതിരെ സംസാരിച്ച ഒരു വ്യക്തി കൂടിയാണ് ആൻജി ക്രോഗ്. Down to my last skin, skinned, planter, lady and a chronicle in verse, a country of my skull, a change of tongue, begging to the black, there was this god, തുടങ്ങിയവയാണ് പോയറ്റിൻ്റെ മേജർ വർക്ക്സ്. ഇനി പോയറ്റിലേക്ക് വരുമ്പോൾ ABCD അങ്ങനെ ടൈറ്റിൽ ചെയ്തിരിക്കുന്ന 9 സെക്ഷനാണ് ഈ ഒരു പോയത്തിനുള്ളത്. വളരെ വേഗമായിട്ട് ഈ പോയം നമുക്ക് ഫീൽ ചെയ്യും. ഈ ഒരു പോയത്തിൽ നമ്മൾ കാണുന്നത് എന്താണ്? ദ ജേർണി ടുവേർഡ്സ് റീകൺസിലേഷൻ ബിറ്റ്വീൻ വൈറ്റ്സ് ആൻഡ് ബ്ലാക്ക്. ഞാൻ പറഞ്ഞു 9 പാർട്ടുകളായിട്ടാണ് ഈ ഒരു പോയം ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ദീസ് 9 പാർട്സ് മൈറ്റ് ബി ആൻ അലൂഷൻ ടു ദ 9 months പ്രിസീഡിങ് ചൈൽഡ് ബർത്ത്. ഒരു കുഞ്ഞ് ജനിക്കാനായിട്ടുള്ള 9 മാസമാണ് ഈ ഒരു പോയത്തിലൂടെ പോയറ്റ് അലൂഡ് ചെയ്യുന്നത്. ഒരു പുതിയ നേഷൻ ജനിക്കും എന്നൊരു പ്രതീതിയിലാണ് ഈ ഒരു 9 പാർട്ട് 9 മാസങ്ങളായിട്ട് പോയറ്റ് കാണിക്കുന്നത്. ഇനി ടൈറ്റിൽ ദ കൺട്രി ഓഫ് ഗ്രിഫ് ആൻഡ് ഗ്രേസ്, 2 ഓപ്പോസിറ്റ് വേർഡ്സ് ആണല്ലേ. ഒന്ന് സങ്കടത്തെ കാണിക്കുന്നു, മറ്റൊന്ന് സന്തോഷത്തെ കാണിക്കുന്നു. അപ്പോൾ പോയറ്റ് എന്താണ് പറയുന്നത്? പോയറ്റിൻ്റെ സൊസൈറ്റി എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകുന്നു. ബട്ട് സ്റ്റിൽ അവിടെ ഒരു ഗ്രേസിൻ്റെ പോസിബിലിറ്റി പോയറ്റിന് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ ഗ്രേസ് എന്ന വേർഡിലൂടെ പോയറ്റ് കാണിക്കുന്നത് ബ്ലാക്കും വൈറ്റും തമ്മിലുള്ള ഒരു ഒത്തുതീർപ്പ്, എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു തീരുന്ന ഒരു ഒത്തുതീർപ്പാണ്. തൻ്റെ ബ്ലീഡിങ് കൺട്രിക്ക് അത്തരത്തിലൊരു റീകൺസിലേഷൻ വളരെ ആവശ്യമാണ് ഇൻ ഓർഡർ ടു ഹീൽ ദ ബ്ലീഡ് ആൻഡ് വൂണ്ട്. ഫസ്റ്റ് സെക്ഷൻ, ബിറ്റ്വീൻ യു ആൻഡ് മീ ഹൗ ഡെസ്പറേറ്റ്ലി it aches between you and me. So much hurt for truth, so much destruction, so little left for survival. Where do we go from here? Your voice slung in anger over the solid cold length of our past. How long does it take for a voice to reach another in this country held bleeding between us? ഇവിടെ മീ ആൻഡ് യു എന്ന പോയിറ്റ് യൂസ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് സെക്ഷനിലെ മീ എന്ന ആ ഒരു ടേം സജസ്റ്റ് ചെയ്യുന്നത് സൗത്ത് ആഫ്രിക്കയിലെ വൈറ്റ് കമ്മ്യൂണിറ്റിയെയാണ്. അതുപോലെ തന്നെ യു എന്ന പോയിറ്റ് കാണിക്കുന്ന ആരാണ്? അവിടുത്തെ ഹേർട്ടായിട്ടുള്ള ആംഗ്രി ബ്ലാക്ക് കമ്മ്യൂണിറ്റിയെ. ഇൻട്രൊഡക്ഷൻ തന്നെ വളരെ വേഗമായിട്ട് നമുക്ക് തോന്നും. അപ്പോൾ പോയിറ്റ് പറയുന്നത് എന്താണ്? യു ആൻഡ് മീ, നമ്മൾ 2 കമ്മ്യൂണിറ്റീസ് എന്ത് ചെയ്യുകയാണ്? സൗത്ത് ആഫ്രിക്ക എന്ന ആ ഒരു കൺട്രിയുടെ മേലെ കിടന്ന് ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഫോർ ദാറ്റ് ലാൻഡ്. ഇപ്പം തന്നെ ഈ ഫൈറ്റ് എന്ന് പറയുന്നത് ഒരുപാട് ഡിസ്ട്രക്ഷൻസിന് കാരണമായിട്ടുണ്ട്. അത് ഹൈലി പെയിൻഫുള്ളാണ്, വളരെ ഏക്കിംഗ് ആണ് ഈ ഒരു ഫൈറ്റ് എന്നാണ് പോയിട്ട് പറയുന്നത്. അവിടെ ഇനി വളരെ കുറച്ച് ആളുകൾ മാത്രമേ സർവൈവ് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഇപ്പോൾ പോയിട്ട് ചോദിക്കുന്നുണ്ട്, വേർ ഡു വി ഗോ ഫ്രം ഹിയർ? ഞങ്ങൾ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന്. യൂഷ്വലി ഒരു പോസ്റ്റ് കൊളോണിയൽ പോയത്തിൽ നമ്മളെപ്പോഴും ആ പോയം മുന്നോട്ട് പോകുന്നത് അവിടുത്തെ ഈ ഒരു കോളനൈസ്ഡിൻ്റെ പേഴ്സ്പെക്റ്റീവിലായിരിക്കും. എന്നാൽ ഇവിടെ നമുക്ക് ചെറിയൊരു വ്യത്യാസം കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അതായത് ഇവിടെ പോയറ്റ് ഒരു വൈറ്റ് പേഴ്സണാലിറ്റിയാണ്. അതുകൊണ്ട് തന്നെ തൻ്റെ ആളുകൾ, തൻ്റെ കമ്മ്യൂണിറ്റി ചെയ്തു കൂട്ടുന്ന തെറ്റുകൾക്ക് ക്ഷമ ചോദിക്കുകയാണ് പോയറ്റ് ചെയ്യുന്നത്. ആൻഡ് ഷീ ഈസ് ദ വൺ ഹു വാണ്ട്സ് എ റീകൺസിലേഷൻ. പോയറ്റാണ് ഏറ്റവും അധികം ആ ഒരു ഒത്തുതീർപ്പിന് വേണ്ടി ഇവിടെ ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോയറ്റ് പറയുന്നത് എന്താണ്? നമ്മൾക്ക് തമ്മിലുള്ള ഒരു വലിയ പ്രശ്നം നമ്മൾ നല്ല രീതിയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാത്തതാണ്. നമ്മളുടെ ഇടയിൽ സൗഹൃദപരമായ ഒരു ടോക്കിംഗ് അതില്ല. ഇനിയിപ്പോൾ ഞാൻ എന്തെങ്കിലും പറയാൻ ശ്രമിച്ചാൽ തന്നെ ഇറ്റ് വിൽ ടേക്ക് സോ ലോങ് ടു റീച്ച് യുവർ ഹേർട്ട്.
ഈ രണ്ട് ആളുകൾ തമ്മിൽ ഒരു വലിയ ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്. ഇപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഇതിനൊക്കെ ഒരു ആഫ്റ്റർ എഫക്റ്റ് അനുഭവിക്കുന്ന ആരാണ്? ആ ഹോംലാൻഡ് ആയിട്ടുള്ള ആഫ്രിക്കയാണ്. കാരണം ഈ ഒരു ഫൈറ്റ് കൊണ്ട് ആഫ്രിക്ക ഒരു ബ്ലീഡിങ് കൺട്രി ആയിട്ട് മാറുകയാണ്. ഇവിടെ ബ്ലാക്ക് പീപ്പിൾ ഭയങ്കര ദേഷ്യത്തോടെ നിൽക്കുകയാണ്. കാരണം വൈറ്റ് പീപ്പിൾ അത്രയും അധികം തെറ്റുകളാണ് അവരോട് ചെയ്യുന്നത്. അത് സത്യമാണ്. അതുകൊണ്ട് തന്നെയാണ് തൻ്റെ കമ്മ്യൂണിറ്റിയിലുള്ള ആളുകൾ അത്തരത്തിൽ പെരുമാറുമ്പോൾ പോയറ്റ് അതിന് മാപ്പ് ചോദിക്കുന്നത്. ഇവിടെ വളരെ കൃത്യമായിട്ട് പോയറ്റ് മെൻഷൻ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ സ്പെസിഫിക്കലി പറയുന്നില്ല ആരാണ് യു എന്നും ആരാണ് മീ എന്നും. പോയറ്റിൻ്റെ ഒരു ഓവറോൾ ഐഡിയയിൽ നിന്ന് നമ്മൾ ഗസ് ചെയ്യുന്നതാണ് പോയറ്റ് അടങ്ങുന്ന വൈറ്റ് കമ്മ്യൂണിറ്റിയെ മീ എന്നും ബ്ലാക്ക് കമ്മ്യൂണിറ്റിയെ പോയറ്റ് യു എന്നും വിളിക്കുന്നുവെന്ന്. ഇനി നമുക്ക് സെക്കൻഡ് സെക്ഷനിലേക്ക് പോവാം. In the beginning is seeing for ages, filling the head with ash, no air, no tendril, now to seeing speaking is added, and the eye plunges into the wounds of anger. Seizing the surge of language by its soft bare skull, hear, oh hear, the voice, all the voice of the land, all baptized in syllables of blood and belonging. This country belongs to the voice of those who live in it. This landscape lies at the feet at last of the stories of saffron and amber, angel hair and barbs, dew and hay and hurt. ഈ ഒരു സെക്കൻഡ് സെക്ഷനിൽ പോയിട്ട് പറയുന്ന എന്താണ്? പോയിട്ട് അവിടെയുള്ള ആളുകളുടെ ആ ഒരു പെയിനിനെ കുറിച്ചാണ് പറയുന്നത്. വിച്ച് ഈസ് കോസ്ഡ് ബൈ ദ ഇൻജസ്റ്റിസ് ഓൺ ഒപ്രസ്ഡ് പീപ്പിൾ. പോയറ്റിനറിയാം പോയറ്റിൻ്റെ കമ്മ്യൂണിറ്റി, വൈറ്റ് കമ്മ്യൂണിറ്റി അവിടെയുള്ള ആളുകളോട് ചെയ്യുന്നത് ശരിയല്ല എന്ന്. കാരണം അത് അവരുടെ നേറ്റീവ് ലാൻഡാണ്. അവിടെയാണ് ഇവർ അതിക്രമിച്ച് കയറുന്നതും അവരെ കോളനൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതും. അപ്പോൾ ഈ ഒപ്രസ്ഡ് പീപ്പിളിൻ്റെ പെയിൻ എത്രത്തോളമാണെന്ന് പോയറ്റിന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. ആ പെയിനിനെ കുറിച്ചാണ് പോയറ്റ് ഇവിടെ പറയുന്നത്. ഇവിടെ പോയറ്റ് ആ ലാൻഡിൻ്റെ ഗ്രിഫിൻ്റെ ഫിസിക്കൽ ആസ്പെക്റ്റിനെ കുറിച്ച് മാത്രമല്ല സംസാരിക്കുന്നത്, അതിൻ്റെ സ്പിരിച്വൽ സൈഡിനെയും പോയറ്റ് കൺസിഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ ഒരു ഏഞ്ചൽ ഹെയറിൻ്റെ റെഫറൻസ് പോയറ്റ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പോയറ്റ് അവിടെയുള്ള ആ സഫറിങ്സ് അനുഭവിക്കുന്ന ആളുകളോട്, അവിടുത്തെ വിക്ടിംസിനോട് അവരനുഭവിക്കുന്ന എക്സ്പ്ലോയിറ്റേഷനും അവരനുഭവിക്കുന്ന ഒപ്രഷനും എല്ലാം മറക്കാനായിട്ടല്ല പറയുന്നത്. ഇൻസ്റ്റഡ് പോയറ്റിന് എന്താണ് വേണ്ടത്? ഇടഞ്ഞു നിൽക്കുന്ന ഈ രണ്ട് ഗ്രൂപ്പിനെ, ബ്ലാക്കിനെയും വൈറ്റിനെയും ഒരുമിച്ച് കൊണ്ടുവന്ന് ഒരു ഹാർമോണിയസ് ലൈഫ് അവർക്ക് കൊടുക്കുക. ആ ഒരു റീകൺസിലേഷൻ, അതാണ് പോയറ്റ് ഏറ്റവും അധികം സീക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് സ്റ്റാൻസയിലേക്ക് പോവാം. Speechless I stand, whence will words now come? For us the doors, the hesitant, we who hang quivering and ill. For this soundless space of an Africaner past, what does one say? What the hell does one do? With this load of decrowned skeletons, origins, shame and ash, the country of my conscience is disappearing forever like a sheet in the dark. ഈ ഒരു തേർഡ് സ്റ്റാൻസയിലേക്ക് എത്തുമ്പോൾ ഈ പോയത്തിന് ഒരു ബിബ്ലിക്കൽ ഓവർടോൺ കൊടുത്തിരിക്കുന്നത് നമുക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ട്. എങ്ങനെയാണ്? ബിക്കോസ് പോയറ്റ് യൂസ് ചെയ്തിരിക്കുന്നത് ഒരു ക്രിസ്ത്യൻ കൺസെപ്റ്റാണ്, ദ കൺസെപ്റ്റ് ഓഫ് ഫോർഗീവ്നെസ്. പോയറ്റ് ഒരു ആൻറ്റി അപ്പാർത്തൈഡ് ആക്ടിവിസ്റ്റാണ്, റൈറ്ററാണ്. അപ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റി ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്യുന്ന തെറ്റുകളൊക്കെ പോയറ്റിന് വളരെ നല്ല രീതിയിൽ അറിയാം. എന്നിട്ടും പോയറ്റ് അവരോട് ചോദിക്കുന്നത് ആ ഒരു സിൻ ഫോർഗീവ് ചെയ്യാമോ എന്നാണ്. പോയറ്റിനെ പോലെ തന്നെയുള്ള സൗത്ത് ആഫ്രിക്കയിലെ മറ്റ് ആൻറ്റി അപ്പാർത്തൈഡ് റൈറ്റേഴ്സും യൂഷ്വലി ഹൈലൈറ്റ് ചെയ്യുന്നത് ഫോർഗീവ്നെസ് എന്ന ആ ഒരു കൺസെപ്റ്റ് തന്നെയാണ്. ഈ ഒരു കൺസെപ്റ്റിൻ്റെ മറ്റൊരു അഡ്വക്കേറ്റ് ആയിരുന്നു നമ്മുടെ നെൽസൺ മണ്ടേല.
അദ്ദേഹം നോൺ വയലൻസിനെയും അതുപോലെ തന്നെ നാഷണൽ റീകൺസിലേഷൻ ബിറ്റ്വീൻ ബ്ലാക്ക് ആൻഡ് വൈറ്റിനെയും ഒക്കെ പ്രൊമോട്ട് ചെയ്ത ഒരു വ്യക്തിയാണ്. പോയറ്റിന് പലപ്പോഴും പല ക്വസ്റ്റ്യനും ആൻസറുകൾ കിട്ടാതെ വരുന്നൊരു മൊമെൻ്റ് ഉണ്ട്. പോയിട്ട് ചോദിക്കുന്നുണ്ട്, ഞാൻ എന്താണ് ഈ സഫറിങ്സ് അനുഭവിക്കുന്ന ബ്ലാക്ക് പീപ്പിളിനോട് പറയേണ്ടത്, എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ എങ്ങനെയാണ് എൻ്റെ കമ്മ്യൂണിറ്റി അവരോട് ചെയ്ത തെറ്റുകൾക്ക് അവരോട് അപ്പോളജൈസ് ചെയ്യേണ്ടത്, അതും എനിക്കറിയില്ല. പക്ഷേ ഈ എല്ലാ പ്രശ്നങ്ങൾക്കും പോയറ്റ് കാണുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് റീകൺസിലേഷനാണ് ബിറ്റ്വീൻ ദി ബ്ലാക്ക് ആൻഡ് വൈറ്റ്സ്. തൻ്റെ കമ്മ്യൂണിറ്റി ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ ഓർക്കുമ്പോൾ വർഷങ്ങളായിട്ട് സെഞ്ച്വറീസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊക്കെ കാണുമ്പോൾ പോയറ്റിന് തന്നോട് തന്നെ ഒരു ഷെയിം ഫീലിംഗ് ആണ് വരുന്നത്. ബിക്കോസ് ഹെർ വൈറ്റ് കമ്മ്യൂണിറ്റി വാസ് സോ പ്രിവിലേജ്ഡ് ഓവർ ദി ബ്ലാക്സ്. അപ്പോൾ പോയറ്റ് എന്ന് പറയുന്ന വ്യക്തി എങ്ങനെയാണ്? ഷീ ഈസ് സംവൺ ഹു ഹെയ്റ്റ്സ് എനി കൈൻഡ് ഓഫ് പ്രിവിലേജ് ഓവർ ദി ബ്ലാക്ക് കമ്മ്യൂണിറ്റി. ഇത്രയും നേരം നമ്മൾ കണ്ടതൊക്കെ കോളനൈസ്ഡിൻ്റെ പേഴ്സ്പെക്റ്റീവിൽ നിന്ന ഒരു പോയമാണെങ്കിൽ ഇത് നമ്മൾ കോളനൈസറിൻ്റെ പേഴ്സ്പെക്റ്റീവിലൂടെയാണ് കാണുന്നത്. അപ്പോൾ അവരുടെ ഇടയിലും ഇത്തരത്തിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് എന്നാണ് പോയറ്റ് ഹൈലൈറ്റ് ചെയ്യുന്നത്. 4th stanza. We carry death in 1,000 cleaving spectres, affected, afflicted. We carry death. It latches its mouth to our hurt. It tucks groaningly. How a verse lures the light on our skin. It knows our people carry death. It resembles ourselves. Our stomach washed black with it, a pouch of ink. We carry death into the houses and a language without mercy. Suddenly, everything smells of violence. Death snaps its repentless valves in our language. Yes, indefeatable, meticulous death. ഈ ഒരു സെക്ഷനിൽ പോയിട്ട് പറയുന്നത് എന്താണ്? വൈറ്റ് പീപ്പിൾ ബ്ലാക്കിനോട് ചെയ്യുന്ന ആ ഒരു എക്സ്പ്ലോയിറ്റേഷൻ തന്നെയാണ്. അതായത് പോയിറ്റിനറിയാം കാരിയേഴ്സ് ഓഫ് ഡെത്ത് എന്ന് പറയുന്നത് എപ്പോഴും അവിടെയുള്ള വൈറ്റ് തന്നെയാണെന്ന്. അപ്പോൾ ഈ വൈറ്റ് പീപ്പിളിൻ്റെ ഉള്ളിൽ അവരുടെ മനസ്സിൽ ഏറ്റവും അധികം ഉള്ളത് എന്താണ്? ഹെയ്റ്റ്രഡും ഡെത്തും ഒക്കെ തന്നെയാണ്. അപ്പോൾ ഇത് ഓർക്കുമ്പോൾ പോയിറ്റിന് ഭയങ്കരമായിട്ടുള്ള സങ്കടം തോന്നുന്നുണ്ട്. എന്തിനാണ് എപ്പോഴും തൻ്റെ കമ്മ്യൂണിറ്റി ഈ ബ്ലാക്ക് പീപ്പിളിനോട് ഇത്തരത്തിൽ മോശമായിട്ട് പെരുമാറുന്നതെന്ന് പോയറ്റ് ചിന്തിക്കുന്നുണ്ട്. അപ്പോഴൊക്കെ പോയറ്റിൻ്റെ മനസ്സിൽ ഉറച്ച വിശ്വാസമുണ്ട് ദാറ്റ് ഹെർ കമ്മ്യൂണിറ്റി ഓൾവേസ് ക്യാരീസ് ഡെത്ത്. അതായത് ഈ ബ്ലാക്കിൻ്റെ വീടുകളിലേക്ക് ഈ മരണം എത്തിക്കുന്ന ആരാണ്? ഈ വൈറ്റ് പീപ്പിൾ തന്നെയാണ്. പോയറ്റ് പറയുന്നത് എന്താണ്? അവരുടെ ലാംഗ്വേജ് എന്ന് പറയുന്നത് പോലും ഒരു മേഴ്സിയും ഇല്ലാത്തൊരു ലാംഗ്വേജാണ്. അതുകൊണ്ട് തന്നെ അവരുടെ ചുറ്റും നടക്കുന്ന എല്ലാത്തിനും ഒരു വയലൻസിൻ്റെ സ്മെല്ലാണ് പോയറ്റിന് അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. അവിടെയുള്ള ആളുകൾ റിപ്പൻറ്റ്ലെസ് ആണ്. ഈ വൈറ്റ് പീപ്പിൾ എപ്പോഴും ശ്രമിക്കുന്നത് ബ്ലാക്ക് പീപ്പിളിന് ഈ ഒരു ഡെത്ത് ഓഫർ ചെയ്യാനായിട്ട്, ഗ്രാൻഡ് ചെയ്യാനായിട്ട് മാത്രമാണ്. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ കമ്മ്യൂണിറ്റിയുടെ ആ ഒരു ഡാർക്ക് കണ്ടീഷനാണ് പോയറ്റ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. നെക്സ്റ്റ് സെക്ഷൻ. Deepest hurt of my hurt that can only come from its soil brave, with its teeth firmly in the jugular of the only truth that matters, and that hurt is black. I belong to that binding black African hurt. My throat blows with tears. My pen falls to the floor. I blubber behind my hand. For one brief shimmering moment this country is also truly mine, and my hurt is one its feet. ഇവിടെ വീണ്ടും പോയറ്റിൻ്റെ ഉള്ളിൽ സങ്കടമാണ് അറിയിക്കുന്നത്. പോയറ്റ് ഒരു വൈറ്റ് കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആളാണ്. ബട്ട് സ്റ്റിൽ പോയിട്ട് ആഗ്രഹിക്കുന്നത് അവിടുത്തെ നേറ്റീവ്സ്, റൈറ്റ്ഫുൾ ആയിട്ടുള്ള ബ്ലാക്ക് ആഫ്രിക്കൻസിൻ്റെ ഹൃദയത്തോട് ചേർന്ന് നിൽക്കാനാണ്. ആ ഒരു ബൈൻഡിങ് ആഫ്രിക്കൻ കൺട്രിയിൽ താൻ ബിലോങ് ചെയ്യുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. പോയറ്റ് ചിലപ്പോൾ ഒരു
വൈറ്റ് പേഴ്സൺ ആയിരിക്കാം, വൈറ്റ് കമ്മ്യൂണിറ്റിയിൽ ബിലോങ് ചെയ്യുന്ന ആളായിരിക്കാം. പക്ഷേ ഡീപ്പസ്റ്റായിട്ടും പോയറ്റ് ആഗ്രഹിക്കുന്നത് ഈ ബ്ലാക്ക് പീപ്പിളിനോട് ചേർന്ന് നിൽക്കാനായിട്ടാണ്. എപ്പോഴും ആ ഒരു രാജ്യത്തെ തൻ്റെ സ്വന്തം രാജ്യമായിട്ട് കാണാനായിട്ടാണ് പോയറ്റ് ആഗ്രഹിക്കുന്നത്. പോയറ്റിൻ്റെ ഹേർട്ട് എവിടെയാണ്? ഇറ്റ്സ് ഓൺ ദി ഫീറ്റ് ഓഫ് ആഫ്രിക്ക. ഒരു സ്നേഹമുള്ള നന്മയുള്ള ഒരു ശിഷ്യനെ പോലെ ഈ ഒരു ആഫ്രിക്കയോട് ചേർന്ന് നിൽക്കാനാണ്, എപ്പോഴും ആഫ്രിക്കയുടെ ഫീറ്റിൽ സ്റ്റേ ചെയ്യാനായിട്ടാണ് പോയറ്റ് ആഗ്രഹിക്കുന്നത്. അപ്പോൾ പോയറ്റിന് പലപ്പോഴും ഈ ഒരു കാര്യത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ടുള്ള സങ്കടം വരാറുണ്ട്. കാരണം പോയറ്റ് അത്രയും സ്നേഹിക്കുന്ന ആളുകളെയാണ് പോയറ്റിൻ്റെ ഓൺ കമ്മ്യൂണിറ്റി കഷ്ടപ്പെടുത്തുന്നത്. പക്ഷെ ഒരിക്കലും ആ വൈറ്റ് പീപ്പിളിൻ്റെ കൂടെ നിൽക്കാനായിട്ട് പോയറ്റിന് സാധിക്കില്ല. ബിക്കോസ് പോയറ്റ് ഓൾവേസ് വോണ്ട്സ് ടു സ്റ്റേ വിത്ത് ദി ബ്ലാക്ക് പീപ്പിൾ. നെക്സ്റ്റ് സ്റ്റാൻസ. Because of you, this country no longer lies between us but within. It breathes becalmed after being wounded in its wondrous throat. In the cradle of my skull it sings, it ignites my tongue, my inner ear, the cavity of heart shudders towards the outline, new in soft intimate clicks and growls. I am changed forever. I want to say, forgive me, forgive me, forgive me. You whom I gave wronged, please take me with you. ഇവിടെ എന്താണ് നമ്മൾ കാണുന്നത്? പോയറ്റിന് തൻ്റെ ആളുകൾ ഈ ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്യുന്ന ആ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ചുള്ള ആ ഒരു ഗിൽറ്റ്, അതായത് താൻ ആ വൈറ്റ് കമ്മ്യൂണിറ്റിയുടെ റെപ്രസെൻറ്റേറ്റീവ് ആണല്ലോ. അപ്പോൾ തൻ്റെ കമ്മ്യൂണിറ്റി ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്യുന്ന തെറ്റുകൾ ഓർത്ത്, സിൻസ് ഓർക്കുമ്പോൾ പോയറ്റിനുള്ള ഒരു ഗിൽറ്റാണ് പോയറ്റ് ഇവിടെ എക്സ്പ്രസ് ചെയ്യുന്നത്. അതായത് ആ ഒരു ഒപ്രസേഴ്സിൻ്റെ ആ ഒരു സൊസൈറ്റിയിൽ, കമ്മ്യൂണിറ്റിയിലെ ഒരു മെമ്പറാണല്ലോ താനും. അപ്പോൾ അത് ഓർക്കുമ്പോൾ ആഫ്രിക്കയോട് ഫോർഗീവ്നെസ്സിന് വേണ്ടി ബെഗ് ചെയ്യുകയാണ് പോയറ്റ് ചെയ്യുന്നത്. പോയിറ്റ് പറയുന്നത് എന്താണ്? ഐ ആം ചേഞ്ച് ഫോർ എവർ. എനിക്ക് വൈറ്റ് പീപ്പിളിനോട് യാതൊരുവിധ സ്നേഹവും. ഐ ഓൾവേസ് വോണ്ട്സ് ടു സ്റ്റേ വിത്ത് ദ ബ്ലാക്ക്. അപ്പോൾ പോയിറ്റിന് ആകെ ബ്ലാക്കിനോട് അല്ലെങ്കിൽ ആഫ്രിക്കൻസിനോട്, ആഫ്രിക്കയോട് ചോദിക്കാനുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ഫൊഗീവ് മീ, എന്നോട് ക്ഷമിക്കുക. ഫൊഗീവ് മീ, ഫൊഗീവ് മീ, ഫൊഗീവ് മീ. 3 തവണയാണ് അത് ഹൈലൈറ്റ് ചെയ്ത് പറയുന്നത് പോയിറ്റ്. അപ്പോൾ ഇന്ന് ആഫ്രിക്കയ്ക്ക് അനുഭവിക്കേണ്ടി വരുന്ന പല പ്രശ്നങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് ആരാണ്? പോയറ്റിൻ്റെ കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ പോയറ്റ് പറയുന്നത് എന്താണ്? എന്നോട് ക്ഷമിച്ചുകൊണ്ട് എന്നെ നിൻ്റെ കൂടെ കൊണ്ടുപോകുമെന്നാണ്. അപ്പോൾ പോയറ്റിന് എന്താണ് ആഫ്രിക്കയുടെ സിറ്റുവേഷൻ, എവിടെയാണ് ആഫ്രിക്ക സ്റ്റേ ചെയ്യുന്നത്, അതിനോടൊപ്പം ചേർന്ന് നിൽക്കാനാണ് പോയറ്റും ആഗ്രഹിക്കുന്നത്. നെക്സ്റ്റ് സെക്ഷൻ. ദിസ് ബോഡി bereft, this blind tortured throat, the price of this country of death is the size of a hurt. Grief comes so loudly as the voice of the anguished drawn on the wind. You do not lie down, you open up a pathway with slow and sad steps. You cut me loose into light, lovelier, lighter and braver than song. May I hold you, my sister, in this warm fragile unfolding of the word humane. ഈ ഒരു സ്റ്റാൻസയിലും പോയറ്റ് തനിക്ക് ആഫ്രിക്കയോടുള്ള, ബ്ലാക്ക് പീപ്പിളിനോടുള്ള സ്നേഹമാണ് കാണിക്കുന്നത്. അതുപോലെ തന്നെ തൻ്റെ ആളുകൾ, അവിടെയുള്ള നേറ്റീവ്സിനോട് ചെയ്യുന്ന ക്രൂരതകൾ ഓർത്തുള്ള സങ്കടവും ഈ ഒരു സ്റ്റാൻസയിൽ പോയിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. മൈ സിസ്റ്റർ എന്നാണ് ആഫ്രിക്കയെ പോയിട്ട് വിളിക്കുന്നത്. അപ്പോൾ എത്രത്തോളം സ്ട്രോങ് ആയിട്ടുള്ളൊരു ബോണ്ടാണ് പോയറ്റിന് ആഫ്രിക്കയോടുള്ളത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നെക്സ്റ്റ് സ്റ്റാൻസ. What does one do with the old, which already robustly strings with the new, the old virus sillily manning the newly installed valves? How does one recognize the old with its racism and slime, its unchanging possessive pronoun? What is the past tense of the word hate? What is the symptom of brutalized blood? Of pain that did not want to become a language, of pain that could not become a language. What does one do with the old? How do you become yourself among others? How do you become whole? How do you get released?
into understanding. How do you make good? How do you cut clean? How close can the tongue tilt to tenderness or the cheek to forgiveness? A moment, a line which says from this point outwards it is going to sound differently because all our words lie next to one another on the table now, shivering in the color of human. We know each other well, each other's scalp and smell each other's blood. We know the deepest sound of each other's kidneys in the night. We are slowly each other anew and here it starts. ഇവിടെ ഫൊഗീവ്നെസ്സിൻ്റെ ഒരു സിമ്പിളായിട്ട് ജീസസ് ക്രൈസ്റ്റിൻ്റെ റെഫറൻസ് പോയിട്ട് കൊണ്ടുവരുന്നുണ്ട്. ജീസസ് ക്രൈസ്റ്റാണ് ഈ ഒരു സാക്രിഫൈസിൻ്റെയും ഒരു ഫൊഗീവ്നെസ്സിൻ്റെയും ഒക്കെ ഒരു സിമ്പിളായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റുന്ന ആൾ, ഹൂ ഷോസ് ദി അതർ ചീക്ക് ടു ദ വൺ ഹൂ സ്ലാപ്സ്. ഒരു കരണത്തടിച്ചവനെ മറ്റേ കരണവും കൂടി കാണിച്ചു കൊടുത്ത ഒരു പ്രവൃത്തി ചെയ്ത ആളാണ് ജീസസ് ക്രൈസ്റ്റ്. അപ്പോൾ ഈ ഒരു തീം ഓഫ് ഫൊഗീവ്നെസ് ഏറ്റവും നല്ല രീതിയിൽ പോർട്രേ ചെയ്യാൻ പറ്റുന്നത് അദ്ദേഹത്തിലൂടെയാണ്. ഈ ഒരു മൊമെൻറ്റിലും പോയിട്ട് ചിന്തിക്കുന്നുണ്ട്, ബ്ലാക്കിന് എത്രത്തോളം ഫോർഗീവ് ചെയ്യാനായിട്ട് സാധിക്കും. പോയിട്ട് വണ്ടർ ചെയ്യുകയാണ്, ബിക്കോസ് ഓൾറെഡി അവർ ഒരുപാട് സഫർ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇനിയും അവരോട് എങ്ങനെയാണ് ഫോർഗീവ് ചെയ്യാൻ ചോദിക്കുക, അതിനുള്ളൊരു അനുവാദം ചോദിക്കുക എന്നും പോയിട്ടിന് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റാൻസയിലൂടെ നമ്മളൊന്നാണ്, നമ്മളുടെ വേർഡ്സ് ഒന്നാണ്, നമ്മൾ ഒരുപോലെ സഞ്ചരിക്കുന്ന ആളുകളാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു ബ്യൂട്ടിഫുൾ ഒപ്റ്റിമിസ്റ്റിക് പോർട്രയൽ ഓഫ് റീകൺസിലേഷനാണ് പോയിട്ട് തരുന്നത്. അപ്പോൾ ഈ ബ്ലാക്കിനും വൈറ്റിനുമിടയിൽ ഏറ്റവും അനിവാര്യമായിട്ട് വേണ്ടത് എന്താണ്? ആ റീകൺസിലേഷൻ തന്നെയാണ്. പക്ഷേ അതൊരു ടോപ്പിയൻ ഡ്രീമായിട്ട് അൺഫോർച്ചുനേറ്റ്ലി നിലനിൽക്കുന്നു എന്നാണ് പോയറ്റ് പറയുന്നത്. അത് ശരിക്കും നടക്കുമോ? അത് വെദർ ഇറ്റ് റിയലി ഹാപ്പൻസ് ഓർ നോട്ട്, അത് നടക്കുമോ ഇല്ലയോ എന്നൊരു ഡൗട്ടാണ് പോയറ്റിൻ്റെ മനസ്സിൽ ഇപ്പോഴും നിലനിൽക്കുന്നത്. കാരണം ഈ ഒരു ക്രൂരതകൾക്ക് ഒരിക്കലും ഒരു അവസാനം ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇൻ റിയൽ ഇത് സാധ്യമാകുമോ എന്ന് പോയറ്റ് ചിന്തിക്കുന്നുണ്ട്. ഫൈനൽ സ്റ്റാൻസ: But if the old is not guilty, does not confess, then of course the new can also not be guilty, nor be held accountable if it repeats the old. Things may then continue as before, but in a different shade. അപ്പോൾ നമ്മൾ ലാസ്റ്റ് സ്റ്റാൻസയിൽ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ലാസ്റ്റ് പാർട്ട് എന്താണ് ചെയ്യുന്നത്? ഇറ്റ് ബാലൻസസ് ദി ഐഡിയലിസം ഓഫ് ദി പ്രീവിയസ് പാർട്ട് വിത്ത് എ ഡോസ് ഓഫ് റിയലിസം. അതായത് ഏതൊക്കെ തരത്തിലുള്ള റീകൺസിലേഷൻ സാധ്യമായാലും ദി സെഗ്രിഗേഷൻ എന്നത് ഇൻ സൗത്ത് ആഫ്രിക്ക വിൽ കണ്ടിന്യൂ ഇൻ എ ഡിഫറെൻറ്റ് ഷെയ്ഡ്. എത്രയൊക്കെ ഒത്തുതീർപ്പുകൾ ഉണ്ടാക്കാൻ ശ്രമിച്ചാലും, എത്രയൊക്കെ ചേഞ്ചസ് കൊണ്ടുവരാൻ ശ്രമിച്ചാലും ഒരു പരിധി വരെ മാത്രമേ അതൊക്കെ സാധ്യമാവുകയുള്ളൂ. അതൊരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇറ്റ് വിൽ ബി കണ്ടിന്യൂഡ് ഫോർ എവർ. ഇതൊരു പ്രൊഫറ്റിക് ആയിട്ടുള്ളൊരു രീതിയിൽ പോയിട്ട് പറയുന്നതല്ലേ. അതായത് ഈ ഒരു സാഡ് സെഗ്രിഗേഷൻ എന്ന് പറയുന്നത് ഇപ്പോഴും സൗത്ത് ആഫ്രിക്കയിൽ പലയിടങ്ങളിലും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പാർത്തൈഡ് അബോളിഷ് ചെയ്യാനായിട്ട് ഒരുപാട് റൂൾസ് വന്നു, ലോസ് വന്നു, ആളുകൾ അതിനു വേണ്ടി ഫൈറ്റ് ചെയ്യുന്നു. ബട്ട് സ്റ്റിൽ സെഗ്രിഗേഷൻ കണ്ടിന്യൂസ് ഇൻ എ ഡിഫറെൻറ്റ് ഫോം. അപ്പോൾ നമ്മൾ എന്താണ് ഇവിടെ കണ്ടത്? ഇവിടെ പോയറ്റ് തൻ്റെ കമ്മ്യൂണിറ്റി ബ്ലാക്ക് പീപ്പിളിനോട് ചെയ്യുന്ന ആ ഒരു ക്രൂരതകൾക്ക് അവരോട് മാപ്പ് ചോദിക്കുകയാണ്. നമ്മളൊന്നാണ്, നമ്മൾക്കിടയിലൊരു റീകൺസിലേഷൻ വേണം എന്നൊരാവശ്യമായിട്ടാണ് പോയിട്ട് എത്തിയിരിക്കുന്നത്. ആൻഡ് ഫൈനലി ഈ ഒരു ബ്ലാക്ക് പീപ്പിൾ അനുഭവിക്കുന്ന സെഗ്രിഗേഷൻ, ആ ഒരു ഡിസ്ക്രിമിനേഷൻ, സ്ലേവറി, അപ്പാർത്തൈഡ്, ഇതൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യപ്പെടും എന്നൊരു റിയൽ ഫാക്റ്റും കൂടിയാണ് പോയിട്ട് നമുക്ക് തരുന്നത്. Thank you.